ഈ പ്രിയപ്പെട്ട ഈ തൃക്കണായ എന്ന ഗ്രാമത്തിലെ ഉമ്മമാരിന്റെ വാള് കേൾക്കുന്നവരുള്ള ഉമ്മമാർ, നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനോട് പറയണം, എനിക്കൊന്ന് ഖുർആൻ ഓദിത്താ. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയോട് പറയണം, എനിക്കൊന്ന് ഖുർആൻ ഓദിത്താ. നിങ്ങളുടെ മക്കളോട് നിങ്ങൾ പറഞ്ഞേ മതിയാവൂ. മക്കളുടെ ഖിറാഅത്തുൽ ഖുർആൻ നമ്മളുടെ വീടുകളിൽ ഉണ്ടായേ മതിയാവൂ. അവരെത്ര ഉന്നത വിദ്യാഭ്യാസത്തിന് പഠിക്കുന്നവരാണെങ്കിലും, അവരേത് ജോലി ചെയ്യുന്നവരാണെങ്കിലും, ജീവിതത്തിന്റെ താളം ഈ ഖുർആനിനായാൽ അവർക്ക് പരാജയം ഉണ്ടാവുകയില്ല. അവർക്ക് മാനസികമായ സമ്മർദ്ദങ്ങൾ ഉണ്ടാവുകയില്ല. ലോകത്ത് അവരെ കീഴടക്കാൻ ഒരാൾക്കും കഴിയുകയില്ല. അത് ഖുർആനിന്റെ ഫലമാണ്. അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇഖ്റാ അലയ്യ. റസൂലിനോട് അബ്ദുല്ല പറയുകയാണ്, നബിയേ അങ്ങേക്ക് ഞാൻ ഓതിത്തരികയോ വഅലൈക ഉൻസിൽ, പരിശുദ്ധ ഖുർആൻ അങ്ങേക്കല്ലയോ അവതീർണമായിട്ടുള്ളത്. ബുദ്ധിമുട്ടിലാക്കുന്ന കുഴപ്പങ്ങളുണ്ടാവും. നിങ്ങളുടെ തലമുറകളെ അസ്വസ്ഥരാക്കുന്ന വിഷയങ്ങളുണ്ടാകും. നിങ്ങളുടെ ചുറ്റുപാടുകളെ വല്ലാതെ പ്രതിസന്ധിയിൽ നിർത്തുന്ന, നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത എത്ര പ്രതിസന്ധികളിലാക്കുന്ന നിരവധിയായ ബുദ്ധിമുട്ടുകളും കുഴപ്പങ്ങളും ലോകത്ത് വരാൻ പോവുകയാണ്. സ്വഹാബികൾ ചോദിക്കുന്നു, നബിയേ മൽ മഖ്റജു മിൻഹാ, അതിൽ നിന്നുള്ള മോചിക്കാനുള്ള, മോചനത്തിനുള്ള വഴി ഏതാണ്? ആ കുഴപ്പത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം ഏതാണ്? മറുപടി ഒന്നേ ഉള്ളൂ, കിതാബുല്ലാഹ്. അത് അല്ലാഹുവിന്റെ ഖുർആനാണ്, വിശുദ്ധമായ ഖുർആനാണ്. ആ ഖുർആൻ നിങ്ങളെ എങ്ങനെയാണ് രക്ഷപ്പെടാനുള്ള മാർഗമാകുന്നത്? ആ ഖുർആനിൽ നിങ്ങളുടെ മുൻഗാമികളുടെ കഥകൾ അല്ലാഹു പറയുന്നുണ്ട്. ഫീഹി നബഉ മൻ ഖബലകും വഖബറു മാ ബഅദകും. നിങ്ങൾക്ക് ശേഷം വരാനുള്ളവരെ കുറിച്ചുള്ള പ്രതീക്ഷ ആ വിശുദ്ധമായ കലാമിലുണ്ട്. നിങ്ങളുടെ ഇടയിൽ എന്ത് കുഴപ്പമുണ്ടായാലും വഹുക്കുമു മാ ബൈനകും, നിങ്ങൾക്കിടയിൽ ഏത് വിഷയത്തിലും തീരുമാനമെടുക്കാനുള്ള കാര്യം ആ വിശുദ്ധ ഖുർആനിലുണ്ട്. അല്ലാഹുവിന്റെ നേരായ മാർഗത്തിലേക്ക് നിങ്ങൾക്ക് ദർശനം നൽകുന്നത് ആ ഖുർആനാണ്. ആ വിശുദ്ധമായ അല്ലാഹുവിന്റെ കലാമാണ്. വഹബലുല്ലാഹിൽ മതീൻ, ഏറ്റവും ബലിഷ്ഠമായ അല്ലാഹുവിന്റെ പാശമാണ് ആ ഖുർആൻ. ആ ഖുർആനാണ് നിങ്ങൾക്ക് എല്ലാ കുഴപ്പത്തിൽ നിന്നും മോചിതമാകാനുള്ള, രക്ഷപ്പെടാനുള്ള മാർഗമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ ആ ഖുർആൻ കാണുന്നവരാണോ നമ്മൾ? അത് ഓതുന്നവരാണോ നമ്മൾ? അത് പഠിക്കുന്നവരാണോ നമ്മൾ? വളരെ ഗൗരവത്തോടെ നമ്മൾ ഈ സദസ്സിൽ വെച്ച് ചിന്തിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ഞാൻ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയാലും തറക്തു ഫീകും അംറൈൻ, രണ്ട് കാര്യങ്ങൾ ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് യാത്രയാകുന്നത്. നിങ്ങൾ ആ രണ്ട് കാര്യങ്ങളും മുറുകെ പിടിച്ചാൽ നിങ്ങൾ ഒരിക്കലും വഴി പിഴച്ചു പോവുകയില്ല, നിങ്ങൾ ഒരിക്കലും വഴികേടിലാവുകയില്ല. അതിലൊന്ന് അല്ലാഹുവിന്റെ ഗ്രന്ഥമാണ് എങ്കിൽ രണ്ടാമത്തേതിന്റെ ചര്യയാണെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. ഉറക്കത്തിൽ നിന്ന് കേൾക്കുന്ന എനിക്ക് വലിയ ഇഷ്ടമാണ്. അതായിരിക്കണം നമ്മളുടെയും താല്പര്യം. ഭർത്താവ് ഓതട്ടെ, മക്കളോതട്ടെ, എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ നമ്മളുടെ വീടുകളുടെ അകത്താ ഖുർആനിന്റെ സുഗന്ധമുണ്ടായാൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണേ. ആധുനിക കാലഘട്ടത്തിൽ ഏതു മക്കളാണെങ്കിലും അവരിൽ നിന്ന് നമുക്ക് എന്താ പ്രതീക്ഷിക്കാൻ കഴിയുക? അവരുടെ സമ്പത്തിൽ എത്രയാ പ്രതീക്ഷിക്കാൻ കഴിയുക? അവരുടെ സുരക്ഷ